നമസ്കാരം. ഞാൻ ഡോക്ടർ SP സുരേഷ് ബാബു, ശാന്തി ആയുർവേദ ഹോസ്പിറ്റൽ, പോളയത്തോട്, കൊല്ലം. ഞാൻ ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് അനുബന്ധിച്ചുണ്ടാകുന്ന പലതരം രോഗങ്ങൾ, ക്ലിനിക്കൽ മെത്തേഡിലൊന്നും കാണാൻ കഴിയാത്ത കുറേ രോഗങ്ങളെ കണ്ടെത്താൻ കഴിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗമാണ് മുട്ടുവേദന. 60-70% മുട്ടുവേദനകളും സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് റിലേറ്റഡ് ആയിട്ടാണ്. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ മുട്ടുവേദന വരുന്ന പേഷ്യൻറ്റിനോട് കഴുത്തിന് ശകലം ട്രാക്ഷൻ കൊടുത്തിട്ട് മുട്ട് മടക്കി നീക്കുകയും ചെയ്താൽ ആ വേദന മാറുന്നതായിട്ട് കാണാം. അതിൻ്റെ മറ്റൊരു ലക്ഷണം, ചിലപ്പോൾ മാത്രം വേദന ഉണ്ടാവുക, ചിലപ്പോൾ വേദന ഇല്ലാതിരിക്കുക. അതാണ് സാധാരണ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടെത്താനുള്ള ഒരു മാർഗം. അത്തരം രോഗികളെ ശരിക്കും സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ മുട്ടുവേദന മാറ്റാൻ കഴിയുന്നുണ്ട്. ഇന്നിപ്പോൾ തന്നെ നമുക്കൊരു 10,000 പേർക്കെങ്കിലും മുട്ടുവേദന നമുക്ക് ഈ രീതിയിൽ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർക്ക് മുട്ടുവേദന ഉണ്ടായിട്ട് അതവസാനം സർജറിയിൽ വരെ എത്തുന്ന ഒരവസ്ഥ സാധാരണ കണ്ടുവരുന്നു. അതായത് മുട്ടുവേദന വന്നു കഴിയുമ്പോൾ മുട്ട് മടക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാവുകയും അവർക്ക് ആ ജോയിൻ്റ് സ്റ്റിഫായിട്ട് അതിനകത്ത് ഒരു ഓസ്റ്റിയോ ആർത്രൈറ്റീസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് പോലെ ആവുകയും പിന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. തികച്ചും ഇത് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. വളരെ നേരത്തെ തന്നെയാണെങ്കിൽ കണ്ടെത്തി വളരെ സിമ്പിളായിട്ട് സെർവിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്തി ഒരുപാട് പേർക്ക് നമുക്കിത് മാറ്റാൻ കഴിയുന്നുണ്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അതിനുള്ള സംവിധാനമുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ അത് ചെയ്തു വരുന്നുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്കവിടെ ക്ലിനിക്ക്, ഇതിനു വേണ്ടി പ്രത്യേക ക്ലിനിക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം, ഇത് പൊതുസമൂഹം അറിയപ്പെടേണ്ടതൊരു കാര്യമാണ്. മുട്ടുവേദനയുടെ കാരണങ്ങളിൽ നമ്മുടെ ക്ലിനിക്കൽ മെത്തേഡിലൊന്നും പറയാത്ത ചില രോഗ സവിശേഷതകളാണത്. ഇത്തരം അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.